ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് സദ്യക്കൊക്കെ വിളമ്പുന്ന ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ് ഇത്. ചോറിനൊപ്പം അതുപോലെ തന്നെ അപ്പം, പുട്ട്, അങ്ങനെ എല്ലാ ദോശ എല്ലാവരുടെ കൂടെയും കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണത്. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കല്യാണ സദ്യയിലൊക്കെ വിളമ്പുന്ന ഒരു മസാലക്കറി, നല്ല ടേസ്റ്റ് അല്ലത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള നല്ല അതേ ഒരു മസാലക്കറിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ചെറിയൊരു വ്യത്യാസങ്ങൾ ഓരോ സ്ഥലത്തെ അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി അല്ലെങ്കിൽ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കണം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 ഉണക്കമുളക് പൊട്ടിച്ചിടുക. അതേപോലെ ഒരു പിടി കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിക്കതൊന്നും കരിഞ്ഞു പോകരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതിടുക. സവാള ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് നടുകെ ഒന്ന് അരിയുക, അല്ലാതെ വളരെ ചെറുതായിട്ട് നൈസായിട്ട് അരിയരുത് കേട്ടോ. അപ്പോൾ ഈ കാണിച്ച പോലെ കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു 2-3 പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഇത് കുറച്ച് ഇങ്ങനെ നമുക്ക് സദ്യക്കൊക്കെ കിട്ടുമ്പോൾ കുറച്ച് സ്പൈസി ആയിരിക്കും. ഞാനിപ്പോൾ അത്രയധികം സ്പൈസി ആയിട്ടല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പൈസി ആവണമെങ്കിൽ പച്ചമുളക് കുറച്ചും കൂടിയൊക്കെ ചേർക്കാം. പിന്നെ അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടിയും ചേർക്കുക. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റുക. ഇതൊന്നും ബ്രൗൺ കളറാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ കളറ് മാറാതെ വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്, അധികമൊന്നും വഴറ്റണ്ട. ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഒരു മെയിൻ സംഭവം പറഞ്ഞാൽ ചെറിയ ഉള്ളിയാണ്. അപ്പോൾ അതെന്തായാലും വേണം, നല്ല ടേസ്റ്റാണ് ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ. ഒരു 20-25 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് വളരെ വലുതാണെങ്കിൽ ഒന്ന് നെടുകെ കീറാം, ചെറുതാണെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഇത് അരിയരുത് കേട്ടോ, ചെറിയ ഉള്ളി അരിയാൻ പാടില്ല. അപ്പം നല്ല വലുപ്പത്തിൽ തന്നെ കിടക്കണം. അപ്പോൾ ചെറുതാണെങ്കിൽ അത് അതേപോലെ ഇടാം, നല്ല വലുതാണെങ്കിൽ ഒന്ന് നെടുകെ കീറിയിട്ട് ചേർത്താൽ മതി. ഇനി ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് ബ്രൗൺ ആവാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ബ്രൗൺ കളറൊന്നും ആവരുത്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഒരു 1.5 അല്ലെങ്കിൽ ഒരു 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത് കേട്ടോ. അതിൽ മഞ്ഞൾപ്പൊടി ചേർക്കില്ല, അതുപോലെ തന്നെ വെളുത്തുള്ളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതിൽ മുളക് പൊടി ചേർക്കില്ല. ഇതിലത്തെ എരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പച്ചമുളകും പിന്നെ കുറച്ച് കൂടുതൽ കുരുമുളക് പൊടിയും, ആ ഒരു ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവുക. പിന്നെ ഗരം മസാലപ്പൊടി, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി 3 പൊടികളും ചേർത്തിട്ട് നന്നായിട്ട് മൂത്ത് വരണം, അതുവരെ വഴറ്റണം. ഇതിപ്പോൾ നമുക്ക് സദ്യക്കൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ വരും. അത് ഈ മസാല നന്നായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ ആ കളറ് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല മണമുള്ള ഗരം മസാല ചേർക്കണം. അതായത് നമ്മൾ പെരിഞ്ചീരകവും തക്കോലും ഒക്കെ ചേർത്തിട്ട് പൊടിച്ച് വയ്ക്കുന്ന ഗരം മസാല ഇല്ലേ, അതാണ് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ നല്ല ഫ്ലേവറുള്ള ഗരം മസാലയാണ്. അപ്പം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം വീഡിയോ. ഞാൻ ഒരു നുള്ളും കൂടിയും കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, അധികമൊന്നുമില്ല. ഒരു നുള്ള്, ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് വെച്ചിട്ടേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാം കൂടി ഒരു 1.25 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ടുണ്ടെങ്കിൽ ആണ് ഈ മസാലക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പൊടിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല മൂത്ത മണം വരും. അപ്പോൾ അതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങ് ചേർക്കുക. 2 വലിയ ഉരുളക്കിഴങ്ങാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരു 3 എണ്ണം എടുത്തോളൂ. എന്നിട്ട് ഇതേപോലെ ക്യൂബ്സ് ആക്കുക, കട്ട് ചെയ്തിട്ട് എന്നിട്ട് ഇതിൽ ചേർക്കുക. നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇനി ഇത് തേങ്ങാപ്പാലിലാണ് വേവിക്കുന്നത്. അപ്പോൾ തേങ്ങയുടെ 2ാം പാലാണ് ഇപ്പോൾ ഞാൻ ഒഴിക്കുന്നത്. ഒരു 2 കപ്പ് 2ാം പാലാണ് ഒഴിക്കുന്നത്. അതായത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലാണ് വേണ്ടത്. അപ്പോൾ അതിൽ 3ാം പാലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. 3ാം പാലും 2ാം പാലൊക്കെ ഒന്നിച്ചങ്ങോട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതൊരു പകുതി വെന്തിരിക്കുന്നു, കണ്ടില്ലേ, കുറച്ചും കൂടിയും വേവാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ ഇതാ നന്നായിട്ട്
വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. ആ രീതിയിലാവുമ്പോൾ കറി വല്ലാതെ അങ്ങനെ കട്ടിയിലിരിക്കും. അപ്പോൾ ഉടഞ്ഞു പോവാത്ത രീതിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, അതേപോലെ തന്നെ ഇതിൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് വെള്ളമൊക്കെ പാകമാണ്. ഇനി ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇരുന്ന് കുറുകും. പിന്നെ ഈ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുറുകിയിട്ടുള്ള കറിയാണ്, അധികം ഇങ്ങനെ ഗ്രേവി ഉണ്ടാവില്ല. ഞാൻ കുറച്ചും കൂടി ഗരം മസാല ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ്, ആ ഫ്ലേവർ ഒന്ന് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഏറ്റവും ലാസ്റ്റ് ചേർത്താൽ മതി. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത്. 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടിയും ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. കുറച്ച് കറിവേപ്പില, പച്ചക്കറിവേപ്പില കൂടി ചേർക്കാം. അപ്പോൾ അതാ കറിയുടെ ആ ഒരു കൺസിസ്റ്റൻസി പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇത് ഇരുന്നാൽ ഇനി കട്ടിയാവും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ. എന്നാലാണ് ഇരുന്ന് കഴിഞ്ഞാൽ കട്ടിയാവുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യമേ വല്ലാതെ കട്ടിയിലാവണ്ട. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, കണ്ടല്ലേ, ഈ ഒരു പാകം കേട്ടോ. അപ്പോൾ ഏറ്റവും അവസാനം ഞാൻ ഒരു നുള്ളു ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാലയുടെ മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വഴറ്റുമ്പോൾ പിന്നെ മണം ചിലപ്പോൾ കുറച്ച് പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ചും കൂടി ഗരം മസാല ചേർത്തത്. അപ്പോൾ ഒരു 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ ഗരം മസാല ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർക്കുക. ഇതിന് പകരം മീറ്റ് മസാല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിരിക്കുന്നു കേട്ടോ. ഇനി ഏറ്റവും അവസാനം 1-2 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. ചില ഇടങ്ങളിലൊക്കെ സദ്യക്ക് ഇങ്ങനെ മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നെയ്യിൻ്റെ ആ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ആ നെയ്യും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചതിൻ്റെ ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി അതൊന്ന് കട്ടിക്കാവും. അപ്പോൾ അങ്ങനെ നല്ല കുറുന്നനുള്ള ഒരു മസാലക്കറിയാണത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു.